വയനാട് ദുരന്തം അനുബന്ധിച്ച് സർക്കാർ ഓണാഘോഷം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, യോജിക്കുന്നുണ്ട്. ഓണാഘോഷം നടക്കുന്ന ഫണ്ട് വയനാട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വേണ്ടെന്നുള്ളത് യോജിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഒന്നും ഇല്ലാതിരിക്കുന്നത് ഇച്ചിരി പോകാം. ഇങ്ങനൊരു ആഘോഷം നമ്മൾ ചെയ്യുന്നത് തന്നെ തെറ്റല്ലേ? അവരുടെ കഷ്ടതകളിൽ നമ്മളും കൂടി ഒരു പാത്രഭാഗമാകണം എന്നാണ്. ആഘോഷം ഈ ഒരുപാട് ദുരന്തമൊക്കെ നടന്ന സ്ഥിതിക്ക് ആഘോഷം കുറച്ച് വയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. വെൽക്കം ടു തിരുവനന്തപുരം ന്യൂസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട് ദുരന്തത്തിൽ നമ്മൾ എല്ലാവരും വിഷമത്തിലാണ്. എന്നാൽ സർക്കാർ ഒരു ഉത്തരവിട്ടിരിക്കുകയാണ്, ഇതിനോടനുബന്ധിച്ച് ഓണാഘോഷം ഒഴിവാക്കിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ അതിൽ യോജിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പം വയനാട് ദുരന്തമൊക്കെ സംബന്ധിച്ച് ഓണാഘോഷം വേണ്ടാന്ന് വെച്ചേക്കാണ് സർക്കാർ. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണെന്ന്? അല്ല, ഇപ്പൊ ഇത്രയും ഒരു ക്രൈസിസ് ഫേസ് ചെയ്ത് ഇപ്പൊ ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇനി ഒരു ആഘോഷത്തിന്റെ പേരിൽ ഇത്രയും എമൗണ്ട് വീണ്ടും ചെലവാക്കിയല്ലേ? അപ്പൊ അതിനോട് യോജിക്കുന്നില്ല. ഇത്രയും കൊടുത്ത എമൗണ്ട് ഇപ്പോൾ ഓൾറെഡി ഫിനാൻഷ്യലി പലരും അൺസ്റ്റേബിൾ ആയി. ഇപ്പം ഒരു കൊച്ചു കുട്ടികൾ പോലും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കഴിയുന്ന എമൗണ്ട് വരെ കൊടുത്തില്ലേ? അപ്പം ഇപ്പം എന്തായാലും ഒരു ക്രൈസിസ് ഈ വർഷം ഇങ്ങനെ ഒരു ഇത് വേണ്ടാന്ന് എൻ്റെ തന്നെ ആയിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എന്താ, നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ എല്ലാവരും. അപ്പം നമുക്ക് ഈക്വലായിട്ട് ഒരു ഇങ്ങനെ ഒരു സംതിങ് വന്നപ്പോഴത്തേക്കും അത് വേണ്ടെന്നുള്ളത് യോജിക്കുന്നുണ്ട്. അതെ, താല്പര്യം. കാരണം ഒരേ ടൈം നമ്മളൊപ്പം ജീവിച്ച ഒരു പെട്ടെന്നൊരു ഒരു അപ്രതീക്ഷിതമായിട്ടൊരു സംഭവമാണ്. അപ്പം ഓക്കെ, യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അവർ നമ്മുടെ പോലത്തെ ഉള്ളവരാണ് അവരും. അപ്പൊ അവര് ഈ ലോകത്ത് നിന്ന് ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മളിവിടെ ആഘോഷിച്ചില്ല. ഓണം കഴിഞ്ഞ വർഷം നോക്കിയാലും ഓണം ഇല്ലായിരുന്നു അല്ലേ? കൊറോണ, വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ ആയിരുന്നു, മാറിയില്ല. ഈ വർഷം ഇതിൻ്റെതായിട്ട് എന്തായാലും കാണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേണം, ഒരു മിനിമം ഫാമിലിക്കൊക്കെ വേണം, കുറച്ചായിട്ടുള്ളൊരു സന്തോഷം വേണം ഓണം. എന്നാലും അവർക്ക് അതിനായിട്ടുള്ളൊരു എന്താ പറയുക സഹായം കിട്ടുന്നുണ്ട് വയനാട്ടിൽ. ഓണം മറ്റ് ആൾക്കാർ, അതായത് നോർമലായിട്ടുള്ള പോകുന്നില്ല ആൾക്കാർ, അവർക്ക് ഒരു ഓണം ആഘോഷിക്കാം ഇല്ലേ? നമ്മളിപ്പോൾ ഇത്രയും ദുരന്തം വന്ന സ്ഥിതിക്ക് നമ്മൾ ആഘോഷങ്ങൾ ഒഴിവാക്കുന്നില്ല. അതാണ് നല്ലത്. അത്ര ദുരിതമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അത് അത്ര ഏണിങ്സ് അത് അവർക്ക് വേണ്ടി ചിലവാക്കുന്നില്ല നല്ലതെന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം പറഞ്ഞാൽ നമ്മുടെ ഓണാഘോഷം നടക്കുന്ന ഫണ്ട് വയനാട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഇവിടെ കൊണ്ടൊന്ന് വെറുതെ ലൈറ്റും അത് ഇതൊക്കെ ഇട്ട് വെറുതെ കറണ്ടും കളഞ്ഞ് ഈ പറയും പോലെ ആഘോഷങ്ങൾ നടത്തിയിട്ട് ഒരു കാര്യമില്ല. അവിടെ ആൾക്കാർ ദുഃഖിക്കുമ്പോൾ നമ്മളിവിടെ ആഘോഷിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? നമുക്കും ഇവിടെ ദുഃഖം തന്നെയാണ്. അതിൻ്റെ പിന്നെ ആഘോഷം ഈ പ്രാവശ്യം വേണ്ട എന്നുള്ളതാണ്. ആ ഫണ്ട് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കണം, അതാണ് വേണ്ടത്. യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ദുരിതം അനുഭവിച്ചതല്ലേ. അത് ഓണാഘോഷം ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജാണ്. അപ്പോൾ അവിടെ ഓണാഘോഷം മാറ്റി വെച്ചിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. അപ്പം നമ്മളതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും ഓണാഘോഷം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞ് മാറ്റുന്നില്ല, പിന്നെ ഇപ്പോൾ പറയുന്നത് മാറ്റുന്നത് പക്ഷേ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ജനങ്ങൾ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യോജിക്കുന്നു. മറ്റുള്ളവർ ആ ഒരു കഷ്ടതയിൽ ഒരുപാട് ജനങ്ങൾ കിടപ്പുണ്ടല്ലോ, അന്നേരം നമ്മളിവിടെ ആഘോഷിക്കണത് ശരിയാണ്. ഞാൻ അതുമായിട്ട് യോജിച്ച് പോകുന്ന കാര്യമല്ല, ശരിയല്ല. അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? കാരണം പൈസ ചിലവ് വരും. പൈസ ഏതെങ്കിലും രീതിയിൽ ഇത് വന്നിട്ട് രീതിയിൽ മാറുകയും ചെയ്യും. അങ്ങനെയും ഉണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം നടക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനാണോ തോന്നുന്നത്, അതോ ശരിക്കും ആ ഒരു ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഓണാഘോഷം നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നു, അതൊന്നാമത്തെ കാര്യം. പിന്നെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവുകൾ, അപ്പോൾ അത് കുറച്ചൊക്കെ അവർക്ക് സഹായകമാകുമെങ്കിൽ നമ്മൾ അത്രയും ആഘോഷം കുറയ്ക്കുക, അവരെ കുറച്ച് സഹായിക്കുക. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ ദുരന്തം അനുഭവിച്ചൊരു കാലഘട്ടമല്ലേ ഇത്. ഇന്നലെ സർക്കാർ ഇങ്ങനെ തീരുമാനം എടുക്കുന്ന നല്ല തീരുമാനം തന്നെയാണ്. ഓണാഘോഷം ഒഴിവാക്കി എന്ന് പറഞ്ഞെങ്കിലും എന്തെങ്കിലും ഒരു ഇതില്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ആഘോഷിച്ചില്ലെങ്കിലും ഒരു മിനിമം എന്തെങ്കിലും ഒന്നും ഇല്ലാതിരിക്കുന്നത് ഇച്ചിരി പോകാം. അതാണ് എൻ്റെ അഭിപ്രായം. യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്?
കാരണം ഒരുപാട് ആൾക്കാർ ദുരന്തം അനുഭവിക്കുന്ന സാഹചര്യത്തിലേ ഇങ്ങനൊരു ആഘോഷം നമ്മൾ ചെയ്യുന്നത് തന്നെ തെറ്റല്ലേ. അത് അതിനോടുകൂടി തന്നെയാണ് ഞാൻ യോജിക്കുന്നത് കേട്ടോ. മറ്റ് ഉത്സവങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അവരുടെ ദുരന്തത്തിനോടൊപ്പം നമ്മളും കൂടെ പങ്കുചേരണം. അവരുടെ കഷ്ടതകളിൽ നമ്മളും കൂടെ ഒരു പാത്രഭാഗമാകണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എത്രയോ ആൾക്കാർ അവരെ സ്വന്തം ഫാമിലിയൊക്കെ നഷ്ടപ്പെട്ട് അവർക്ക് സ്വന്തം കിടപ്പാടമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അത് നമുക്ക് അനുഭവിക്കുമ്പോഴേ നമ്മൾ അതിൻ്റെ വേദന അറിയത്തു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരുന്നു. യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആക്ച്വലി ഇത്രയും ദുരന്തം അനുഭവിക്കുന്ന സ്ഥിതിക്ക് മറ്റുള്ളവരെ കണ്ണീരിലും കൂടെ പങ്കെടുക്കണം ആൾക്കാർ. സോ ഇറ്റ് ഹാസ് ടു ബി ഷെയർഡ്. ചേട്ടാ, വയനാട് ദുരന്തം അനുബന്ധിച്ചപ്പോൾ സർക്കാർ ഓണാഘോഷം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ? ഓണാഘോഷം നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു ദുരിതം ഉണ്ടായാൽ നമ്മൾ ഒഴിവാക്കണമല്ലോ. നമ്മുടെ സഹോദരങ്ങളല്ലേ അവിടെ മരിച്ചുപോയത്. അപ്പം നമ്മൾ ഇതിനകത്ത് ആഘോഷം വലുതാക്കി നമുക്ക് ഓണാഘോഷം നിർത്തിവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല കാര്യമല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടാന്ന് നമുക്ക് ഐഡിയ ഇല്ല. പക്ഷെ നല്ല കാര്യമാണ്. ഒഴിവാക്കുന്നതാണ് നല്ലതാണ്. അവര് ഇങ്ങനെ ദുരന്തം വന്നിരിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് ശരിയല്ലോ. എങ്ങനെ പറയാ, ആഘോഷം ഈ ഒരുപാട് ദുരന്തമൊക്കെ നടന്ന സ്ഥിതിക്ക് ആഘോഷം കുറച്ച് വയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. അതെ, ഓണാഘോഷം കുറച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഒഴിവാക്കിയത് നല്ലതാണ്. ഈ ദുരന്തമൊക്കെ ഉണ്ടായി അതെ, ഒഴിവാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു ദുരന്തം അനുഭവിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട് അത് ഒഴിവാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളൊരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. ബാക്കി നമ്മുടെ സെലിബ്രേഷൻസും കാര്യങ്ങളെല്ലാം ഇത്ര ആൾക്കാർ മരിച്ചതും ഒരു കൺസേൺ ആണ്. ഇത്തരം ഒരു ദുരന്തഘട്ടത്തിൽ ഓണാഘോഷം ഒഴിവാക്കുക എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തോട് ഒട്ടുമിക്കുള്ള എല്ലാ ജനങ്ങളും യോജിക്കുന്നുണ്ട്. നിങ്ങൾക്കും തീരുമാനിക്കാം ഓണം ആഘോഷിക്കണോ അതോ വയനാടിനൊപ്പം നിൽക്കണോ എന്ന്.